Hi friends, ആപ്സിലേക്ക് സ്വാഗതം. അതായത് ആപ്സിൻ്റെ എല്ലാ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ എൻ്റെ സന്തോഷം പറയുന്നത് വെച്ചാൽ ഒത്തിരി വ്യൂവേഴ്സ് ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ മറ്റൊന്നുമല്ല, ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മളെ ഫ്രൂട്ട്സ് വയ്ക്കാൻ കഴിയുന്ന ഒരു ഫ്രൂട്ട്സ് ബേസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ന്യൂസ് പേപ്പർ നമുക്ക് 4ആയി കട്ട് ചെയ്തെടുക്കണം. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പേപ്പർ നമുക്കതിനെ ഒരു ഈക്കിൽ വെച്ചിട്ട് അതിനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് എടുക്കുക, എന്നാലും നീളം നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ചെറിയ പീസാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചുരുട്ടണമെന്ന് നോക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന, അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാസ്പോർട്ടിന്റെ സെന്ററിൽ നമ്മളിപ്പം ചുരുട്ടിയെടുത്ത ന്യൂസ് പേപ്പർ നമുക്ക് വെക്കണം. അപ്പൊ അത് ചിലപ്പോൾ നീളം കിട്ടത്തില്ല, കാരണം നമ്മൾ ചെറിയ സൈസാണ് നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ കൊരുത്തെടുക്കാം, കാരണം ആ ഒരു നീളത്തിനനുസരിച്ച് നമുക്ക് കൊരുത്തെടുക്കാൻ കഴിയും. ഈ മാതിരിയാണ് നമുക്ക് വെക്കേണ്ടത്, സെന്ററിലൂടെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പൊ ഫെവിക്കോൾ വെച്ച് നമുക്ക് വെക്കാം. നമ്മളിപ്പം ചുരുട്ടി വെച്ചിരിക്കുന്ന ആ പേപ്പർ, അതായത് അതിന് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ ഒട്ടിച്ചെടുക്കണം. കാരണം അത് ഈ മാതിരിയാണ്, ഇങ്ങനെ ചേർത്ത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക, അത് നമുക്ക് അതിന്റെ സൈഡിൽ നമുക്കൊരു ഹൈറ്റിന്, അതായത് ഒരു ചെറിയ ഹൈറ്റിന് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമുക്കിതിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാസ്പോർട്ടിൽ നിറയെ, അതായത് നമ്മളിപ്പോൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നമുക്ക് അതിനെ ഒട്ടിച്ച് ഹൈറ്റ് ചെയ്തെടുക്കണം. നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യണത് എങ്ങനെ നോക്കാം. നമ്മൾ ഈ മാതിരി 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഹൈറ്റ് നമുക്ക് സൈഡിൽ വെക്കാൻ വേണ്ടി ഒരു ഹൈറ്റ് കിട്ടും. നമ്മളിപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ നീളത്തിന് നമ്മൾ ഒട്ടിച്ച് എടുത്ത് കട്ട് ചെയ്തെടുത്ത ആ പീസാണ് നമ്മൾ ഈ ചുറ്റും വെച്ചിരിക്കുന്നത്. അതിന്റെ ചുറ്റിലും അപ്പൊ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ ചുരുട്ടിയെടുക്കുന്നതാണ് ഏറ്റവും മേളിൽ ആ ടോപ്പിലും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 2-3 കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഉള്ളില് നമുക്ക് കളർ അടിക്കണം. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെയാണ്.
നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിലും താഴെയും, അതായത് രണ്ട് ഭാഗത്ത് മുകളിലും താഴെയായിട്ട് നമുക്ക് അടിക്കണം. ഫ്രണ്ട്സ്, എങ്ങനെ പൊളിയല്ലേ? നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയതല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ല രസമാണ്. നമുക്കിപ്പോൾ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു രീതിയിൽ അതായത് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായാൽ മുന്നോട്ട് ഉണ്ടാവണം. അപ്പോൾ ശരി, ഇതിൽ നല്ലൊരു വീഡിയോ നമ്മൾ ഇനി കാണും. ഓക്കെ, ബൈ.